നിങ്ങളൊരു പ്രമേഹ രോഗിയാണോ? അതുമല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ഒരാളോ? എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ചെറിയ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്കും ഇത്തവണത്തെ ഓണസദ്യ യാതൊരു കുറ്റബോധവും ഇല്ലാതെ കൂടുതൽ ഹെൽത്തിയായി ആസ്വദിക്കാം. ഒരു സദ്യയിൽ എന്തൊക്കെയാണുള്ളത്? ആദ്യം ഉപ്പ്, ശർക്കര വരട്ടി, ചിപ്സ്, പഴം എന്നിവ വിളമ്പുന്നു. പിന്നീട് തൊടുകറികളായ ഇഞ്ചിക്കറി, അച്ചാർ, തോരൻ, മെഴുക്കുവരട്ടി, അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി, ഓലൻ. പിന്നീട് ചോറ്, പരിപ്പുകറി, സാമ്പാർ, കാളൻ അഥവാ പുളിശ്ശേരി, രസം, മോര്. അവസാനമായി ഇതാ വരുന്നു പായസം. ഇതിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ചോറിന്റെ അളവാണ്. കുന്നോളം ചോറിട്ട് വയറു നിറയ്ക്കുന്നതിനു പകരം ചോറിന്റെ അളവ് 150 തൊട്ട് 250 ഗ്രാമിനുള്ളിൽ ഒതുക്കുക. ആയുർവേദ വിധിപ്രകാരം പുരാണശാലി, അതായത് 1 വർഷത്തിൽ അധികം പഴക്കം ചെന്ന അരിയാണ് ശ്രേഷ്ഠം. വിശേഷിച്ചും പ്രമേഹം, ത്വക്ക് രോഗം, അമിതവണ്ണം തുടങ്ങിയവയുള്ളവർക്ക്. ഇതിൽ തന്നെ രക്തശാലി അഥവാ ചെന്നല്ലരിയാണ് ഏറ്റവും നല്ലത്. അത് ലഭിച്ചില്ലെങ്കിൽ അൺപോളിഷ്ഡ് ആയിട്ടുള്ള തവിട് കൂടിയ ഏതരിയും ഉപയോഗിക്കാം. ഇത് പോസ്റ്റ് മീൽ ഗ്ലൂക്കോസ് റെസ്പോൺസ് കുറയ്ക്കാൻ സഹായിക്കും. അതായത് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. അടുത്തതായി പായസം. ഇത് പാടെ ഒഴിവാക്കാൻ പ്രയാസമാണെങ്കിൽ 2-3 സ്പൂണിൽ ഒതുക്കുക. അടപ്രഥമൻ, പാലട മുതലായവയ്ക്ക് പകരം പരിപ്പ് പായസം കഴിക്കുക. അതാകുമ്പോൾ പരിപ്പിൽ പ്രോട്ടീനും ഫൈബറും ഉള്ളതിനാൽ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാവില്ല. പഴം പൂർണ്ണമായും ഒഴിവാക്കുക. ആയുർവേദ വിധിപ്രകാരം പഴവർഗ്ഗങ്ങൾ മറ്റു ഭക്ഷണങ്ങളുടെ കൂടെ കഴിക്കാൻ പാടില്ല. അത് ദഹനത്തെ കുറയ്ക്കും. ഇത് ദഹനക്കേടിനും ഗ്യാസിനും കാരണമാകും. കൂടാതെ ഇത് വീണ്ടും ഗ്ലൈസീമിക് ലോഡ് കൂട്ടുകയും ചെയ്യും. നാരങ്ങ അഥവാ മാങ്ങ അച്ചാറിന് പകരം നെല്ലിക്ക ഉപ്പിലിട്ടത് കഴിക്കുക. നെല്ലിക്കയിൽ ഉപ്പൊഴികെ ബാക്കി 5 രസങ്ങളും ഉണ്ട്. ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ അത് ഷഡ്രസ പ്രധാനമാകുന്നു. കൂടാതെ നെല്ലിക്ക പ്രമേഹത്തിന്റെ അഗ്രൗഷധമായിട്ടാണ് ആയുർവേദത്തിൽ പറയുന്നത്. തൊടുകറികളിലെ സൂപ്പർ സ്റ്റാർ ആണ് ഇഞ്ചിക്കറി. ഇതൊരു കാരണവശാലും ഒഴിവാക്കരുത്. ദഹനശക്തിയെ കൂട്ടാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് സദ്യ ഉണ്ണുന്നതിന്റെ ക്രമമാണ്. ആയുർവേദ വിധിപ്രകാരം നാം കഴിക്കുന്ന ഭക്ഷണം ഷഡ്രസ പ്രധാനമായിരിക്കണം. അതായത് മധുരം, ഉപ്പ്, പുളി, എരിവ്, ചവർപ്പ്, കയ്പ്, ഈ 6 രസങ്ങളും അടങ്ങിയത്. ഇതിനൊരു ക്രമമുണ്ട്. ആദ്യം കഴിക്കേണ്ടത് മധുരരസമാണ്. ഇത് ഗുരുവാണ്, അതിനാൽ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും. അടുത്തതായി ഉപ്പ്, പുളി, എരിവ്. ഇത് ഭക്ഷണത്തിന്റെ മധ്യത്തിൽ കഴിക്കുമ്പോൾ അഗ്നിബലം കൂടും. അപ്പോൾ ഭക്ഷണം ദഹിക്കാൻ എളുപ്പമാവും. അവസാനമായി തിക്ത കഷായ രസം കഴിച്ച് ഊണ് അവസാനിപ്പിക്കുക. ഇതിന്റെ ക്ഷാളന സ്വഭാവം, അതായത് ക്ലെൻസിങ് പ്രോപ്പർട്ടി കാരണം അത് ആമാശയത്തെ ശുദ്ധമാക്കും. ഇനി സദ്യയിൽ ഈ ക്രമം എങ്ങനെ കൊണ്ടുവരാം എന്ന് നോക്കാം. അതിനായി പായസം അവസാനം കഴിക്കുന്നതിനു പകരം ആദ്യം കഴിക്കുക. കാരണം ഇത് ഏറ്റവും ഗുരുവും മധുരരസമുള്ളതുമാണ്. പിന്നീട് ചോറ്. അതാദ്യം പരിപ്പും നെയ്യും കൂട്ടി കഴിക്കുന്നു. ഇതും മധുരരസ പ്രധാനമാണ്. അടുത്തതായി സാമ്പാർ കൂട്ടി. അതിനുശേഷം പുളിയും ഉപ്പും അടങ്ങിയ പുളിശ്ശേരി. പിന്നീട് രസം. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചിക്കറി കഴിക്കാൻ മറക്കണ്ട. അത് ദഹനത്തെ ശക്തിപ്പെടുത്തും. പിന്നെ മോര് കുടിച്ച് സദ്യ അവസാനിപ്പിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഉണ്ടതിനു ശേഷം നേരെ പോയി കിടക്കരുത്. കുറച്ചു നേരം പതുക്കെ നടക്കുക. ഇത് ദഹനത്തെ സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങൾ വരുത്തി കൂടുതൽ ആരോഗ്യപ്രദമാകട്ടെ ഇത്തവണത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓണസദ്യ. എല്ലാവർക്കും ധീമഹി ആയുർവേദയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.